ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ വഴിക്ക് ഞാൻ ചാക്കോച്ചൻ്റെയും കുട്ടികളുടെ കൂടെയായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തത് കൊണ്ടാണ് കേട്ടോ ആ മെഴുകുതിരി ചെറുതായി കത്തി കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തോടെ ഡിവൈൻ എണീറ്റു. നമ്മുടെ ചാക്കോച്ചൻ രാവിലെ എണീക്കണ കാരണം ഡിവൈന് പുലർച്ചെ എണീക്കേണ്ട ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഡിവൈനാണ് സ്ഥിരം ഉണ്ടാക്കുന്നത് കേട്ടോ. 9:30 ആകുമ്പോഴേക്കും ഊത്തപ്പവും ചട്നിയും ചമ്മന്തിയും ഒക്കെ റെഡിയായി. ഇതേ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി വെച്ചു. അപ്പോഴേക്കും ഡിമ്പിൾ എണീറ്റുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് കുറച്ച് ലേറ്റായത് എണീക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ രണ്ടാളുള്ള കാരണം പിന്നെ എൻ്റെ ഒരു ആവശ്യമില്ലല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നിട്ട് സമാധാനത്തിൽ എണീറ്റ് വരുള്ളൂ. അപ്പോൾ ഞാൻ എണീറ്റ് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് ഞാനല്ലല്ലോ ദിവസം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് നേരം മെഴുകുതിരി കത്തിച്ചിട്ട് ആവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതിവുപടി മെഴുകുതിരി വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾക്ക്. കാരണം ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കിച്ചണിൽ. ഡിവൈൻ നമ്മുടെ തോമൂനെ ഒരുക്കാനും ഡിമ്പിൾ പാച്ചുവിനെ ഒരുക്കാനും രണ്ടാളും കിടാങ്ങളെ ഒരുക്കാനായിട്ട് പോയേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ പരിയപ്പുറത്തേക്ക് വന്നു. പരിയപ്പുറത്ത് വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒക്കെ അങ്ങനെ തന്നെ. കാരണം രാവിലെ എണീറ്റിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങണമുള്ളൂ. അങ്ങനെ രണ്ട് കൂട്ടർ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എനിക്ക് ഡിമ്പിളാണ് കേട്ടോ ക്ലിപ്പ് ഇട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഇതിൽ കത്തിച്ച ഫസ്റ്റ് ക്ലിപ്പ് കുറച്ച് കഴിഞ്ഞിട്ടും അങ്ങനെ എന്തൊക്കെയോ ആണ് വന്നേക്കണത്. അപ്പോൾ അത് നോക്കണ്ട. കാരണം ഞാൻ അല്ല ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ദിവസം എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഇത് കുട്ടികൾ ചെയ്യുമ്പോൾ അവർക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ക്ഷമിക്കുക. അങ്ങനെ ഞാൻ പുറത്തൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി. കരളർസിന് പോകേണ്ട സമയമായി തുടങ്ങിയതാ. തോമു റെഡി ആയിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ പാച്ചും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടാളും എന്താ പറയുക പോകാനുള്ള തയ്യാറെടുപ്പിലായി. ഒരുമിച്ചാണ് ഇപ്പോൾ രണ്ട് കൂട്ടർ ഇറങ്ങുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ പാച്ചു പോയി, അപ്പയുടെ കൂടെ തോമും പോകണം. അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ അതെന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, പ്രോഡക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഞാനിപ്പോൾ ബെല്ലടിച്ചിട്ട് പോയില്ലോ. പോയിട്ട് നമ്മളുടെ കൊറിയർ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ ഞാനിത് എന്തുട്ടാന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പം അറിയാലോ, നോയമ്പ് വീട് കഴിയുന്ന സമയത്ത് കല്യാണം, വീട് മാറ്റം, അങ്ങനെ കുറേ ആവശ്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പാത്രങ്ങൾ കൊടുക്കാനായിട്ടാണ് നല്ലത്. അപ്പം ഇപ്പം പാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇൻഡസിൻ്റെയാണ്. നിങ്ങൾക്കായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇൻഡസിൻ്റെയാണ്. കാരണം നിങ്ങൾക്കറിയാം ഞാൻ എന്നും കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാറുണ്ട് ഇത് ഇൻഡസിൻ്റെ പാത്രമാണ്, ഇത് ഇൻഡസിൻ്റെ പാത്രമാണ്. എൻ്റെ അടുക്കളയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക പാത്രം ചീനച്ചട്ടികൾ ഡിവൈനായാലും വാങ്ങിക്കുന്നത് ഇൻഡസിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വെച്ചാൽ ഈ ചൂടുള്ള വെയിലത്ത് എന്താ പറയുക പുറത്തിറങ്ങിയിട്ട് ആകെ അസ്വസ്ഥതയാണ്, കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങാൻ പാട്. അപ്പോൾ പാത്രക്കടയിലൊക്കെ പോയിട്ട് പാത്രം വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക്കാണ്. പിന്നെ നെസ്റ്റോയിലേക്കാണ് ഞാൻ പോവുക. നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കാശ് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ റിലയൻസിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓഫർ കണ്ടെങ്കിലും നമ്മൾ ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം കണ്ടില്ല. അല്ലെങ്കിൽ കുറേ ഇങ്ങനെ പിക്ക് ചെയ്തൊരു സെറ്റാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻഡസിൻ്റെ ഞാൻ സ്ഥിരം വാങ്ങിച്ച് എനിക്ക് അറിയാം എന്താണത്, നല്ലതാണോ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പറഞ്ഞ പാത്രം. നല്ല ഉപകാരമുള്ള പാത്രമാണെന്ന് എനിക്ക് തോന്നി. എന്താ ഒരു പാക്കിങ്ങും സൂപ്പർ പാത്രമാണ്. അപ്പോൾ ഇതാണ് ആ പാത്രം കണ്ടോ. ഇതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻഡസിൻ്റെ പ്രത്യേകത ഇങ്ങനെയുള്ള കോട്ടിങ്. ഇത് എന്ത് കോട്ടിങ്ങാന്ന് എനിക്കറിയില്ല, ഉള്ള കാരണം തോന്നുന്നുണ്ട് അടി പിടിക്കാറില്ല. ട്രിപ്പിൾ പ്ലൈ അതന്നെ ട്രിപ്പിൾ പ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇതാ കണ്ടോ അടി പിടിക്കാറില്ല. പാത്രം കഴുകാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പായസം, അങ്ങനെ ഒരു സദ്യക്ക് വരുമ്പോൾ ഒരു പായസം അല്ലെങ്കിൽ ഒരു കാളൻ എന്തുണ്ടാക്കാനും ഇത് എനിക്ക് തോന്നുന്നു നല്ലതാണ്. കാരണം അടി ഇങ്ങനെ കണ്ടു ഒട്ടും പിടിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അത് നമ്മളുടെ പാത്രം കാണിച്ചു കൊടുത്ത പണി നമ്മളുടെ സ്ഥിരം ഞങ്ങൾ ഇൻഡസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അറിയാം, ഉറപ്പുണ്ട്. പണ്ടെങ്ങനെ വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ പേരെഴുതും. ഇപ്പോൾ പേരൊന്നും എഴുതുന്നില്ല. പക്ഷേ ഇൻഡസിൻ്റെ ചിലപ്പോൾ ഞാൻ മാത്രമേ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ നിങ്ങൾക്കും ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സോസ് അവരുടെ കുറേ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ ആ ലിങ്ക് പോയി നോക്കിയാലും അറിയാം. അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാനായാലും ഞാൻ എപ്പോഴും
എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക, ഈ ഇൻഡസ് വാങ്ങിക്കണം എന്നാണ് കേട്ടോ. കുറേ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് ഓരോ ദിവസവും ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പാത്രം ഇൻഡസാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയാറ് പതിവ് ഇത് ഇൻഡസിൻ്റെ പാത്രമാണ് കേട്ടോ എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വല്ലവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടോ വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് DENCY12 എന്നാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് DENCY നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വാങ്ങുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതേ വാങ്ങിക്കോ, ധൈര്യമായിട്ട് വാങ്ങിക്കോ, ഞാനാണ് ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പെടട്ടെ. അങ്ങനെ ഉച്ചയിലത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡോൺ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് രാവിലത്തെയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേര് എല്ലാവരും പോയിട്ടുണ്ടാവും, ഡോണും ഡാഡിയൊക്കെ പോയിട്ടുണ്ടാവും. ഞങ്ങൾ 3 പേരും കുറച്ച് നേരം ആ പ്ലേറ്റൊക്കെ വെച്ച് കുറച്ച് എന്താ പറയുക വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിരിയുക കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഡിംപിളിങ്ങനെ വെച്ചാൽ ഒരുവിധമൊക്കെ തലേ ദിവസം ആക്കി വെച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ചോറ് വേഗം ഞാനാണ് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അരി ഡാഡി വരുമ്പോഴാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ആഴ്ച നമ്മൾ റിലയൻസിലൊന്നും പോകാത്ത കാരണം അതിൻ്റേതായ കുറവും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാഡി പോയി വരുന്നോട് കൂടിയിട്ട് പാച്ചുവിനെയും കൊണ്ട് വന്നു. അങ്ങനെ നല്ല ചൂട് ചോറും അയില വറുത്തതും പിന്നെ നമ്മുടെ മീനിൻ്റെ മുട്ട അത് പിന്നെയും തൊട്ടായിരുന്നു എന്ന് അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ, ചിക്കൻ്റെ എന്തൊക്കെയോ ആയിരുന്നു. കറികളൊക്കെ കൂട്ടി സുഭിക്ഷമായിട്ടുള്ള ചോറ്, നല്ല ചൂടുള്ള ചോറ് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഭയങ്കര ഉഷ്ണമാണ് എങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ ചൂടുള്ളത് തിന്ന് അതൊരു ശീലമായിട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കൊറിയർ വന്നത്. നോക്കിയപ്പോൾ ഇവിടെ പാച്ചുവിനുള്ള കുറച്ച് ഡ്രസ്സുകളാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പാച്ചുവിനൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞ് ചായയുടെ സമയമായി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി. ഞാനും എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത് നമ്മളുടെ പാച്ചുവിൻ്റെ പ്ലേ സ്കൂളിൽ നിന്ന് അയക്കുന്നതാണ്. അവർ കുട്ടികളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അയക്കും കേട്ടോ. അങ്ങനെ ഉച്ചകാലത്ത് കഴിഞ്ഞ് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ തോമു വന്ന് പോയതിന് ശേഷം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഡിവൈനും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ തോമു ഡേ കെയറിൽ നിന്ന് വന്നു. അവൻ ഇങ്ങനെ കാണുമ്പോഴാണ് ഭയങ്കര ഹൈറ്റ് വെച്ചേക്കണോ. അപ്പോൾ അപ്പാപ്പനാണ് കേട്ടോ പോയിട്ട് കൊണ്ടുവന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക്, അപ്പാപ്പൻ്റെ ഡ്യൂട്ടിയാണ് ഇപ്പോൾ അത് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പാപ്പൻ വേഗം പാച്ചുവിൻ്റെ അടുത്ത് പോയി കിടന്ന് സുഖമായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ചാക്കോച്ചനെയും കൊണ്ടിരുന്നു. ഡിവൈൻ തോമുവിനെ കുളിപ്പിച്ച് വന്നതിന് ശേഷം ചാക്കോച്ചനെയും കൊണ്ടുപോയി. പിന്നെ അവർ മുകളിൽ കുറച്ച് നേരം അപ്പോഴാണ് റെസ്റ്റ് ശരിക്കും. പക്ഷേ ഡിവൈന് റെസ്റ്റൊന്നും ഇല്ല കേട്ടോ. 2 പേരെ ഉറക്കാണ്ട് ചാക്കോച്ചനെ ഉറക്കും, പക്ഷേ തോമു ഉറങ്ങാണ്ടിരിക്കുമ്പോൾ ചാക്കോച്ചനെ ഉണർത്തും. കാരണം തോമു നേരത്തോടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാണ്ട് മാക്സിമം കൊണ്ടുപോവുക ചെയ്യുക കേട്ടോ. അങ്ങനെ എനിക്ക് 2 കൊറിയർ ഉച്ച തിരിഞ്ഞതാ വീണ്ടും വന്നു. അത് വേറെ ഒന്നുമല്ല, കുറച്ച് ഇന്നേഴ്സും പിന്നെ നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മുടെ ഒരു ബെഡ്ഷീറ്റും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഡിവൈൻ ഉച്ചകാലത്തെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഡിംപിളും ഡിവൈനും ഒരേ ഡ്രസ്സ്. ഇത് വേറെ ഒന്നുമല്ല, രണ്ടും ഡിവൈൻ്റെ അവിടെ നിന്ന് കോട്ടയത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴാണ്. അപ്പോൾ ഡിവൈൻ കളിയാക്കാറുണ്ട്, എൻ്റെത് പുതിയതുപോലെ ഡിംപിളിൻ്റെ പഴയതുപോലെ ആയി എന്ന് പറഞ്ഞിട്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഡിവൈൻ കുറേ ഡ്രസ്സുകളുടെ ഇടയിലാണ് ഇത് ഇടുന്നത്. ഡിംപിൾ ആകെ 4-5 ഡ്രസ്സ് ഇവിടെ വീട്ടിലിടാൻ വെച്ചിട്ടുള്ളൂ. അതെപ്പോഴും ഇടും. പിന്നെ കൈ ഇതിങ്ങനെ അങ്ങോട്ട് ഒരു തേക്കല പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ. ഡിവൈൻ മറ്റേ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏപ്രണൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഡിംപിളിന് അതിനുള്ള ക്ഷമയൊന്നുമില്ല. കഴിയാൻ പോവുക. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി മൊത്തം ഈ ഡ്രസ്സ് വർക്കിംഗ് ഡ്രസ്സ് എന്നാണ് പറയുള്ളൂ. അവൾക്ക് വർക്കിംഗ് ഡ്രസ്സ് വേറെ, അത് കഴിഞ്ഞ് അപ്പം പോയി കുളിച്ചിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ. അങ്ങനെയാണ് മൂപ്പരുടെ പതിവ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇവിടെ ഇരിക്കണോ. എൻ്റെ ഫോണിൻ്റെ ആംഗിൾ കണ്ടറിയാമല്ലോ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പ് ഡിവൈൻ്റെ ആയിരുന്നു. ഡിവൈൻ്റെ വക കിച്ചണിൽ കുറച്ച് കാര്യങ്ങൾ, കുട്ടികളുടെ കുപ്പി കഴുകൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് മിൻറ്റ് ലൈമാണ് ഇന്ന് രാത്രിയിലേക്ക് കൂടെ കഴിക്കാനായിട്ട് കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടക്കള ഒഴിഞ്ഞിട്ട് ഡിംപിളിന് കൈമാറി. ഡിംപിൾ രാത്രി കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കി. അപ്പോഴേക്കും തോമു കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ചാക്കോച്ചനും ഉറങ്ങിയപ്പോൾ ചാക്കോച്ചൻ പിന്നെ ഡോൺ വന്നിട്ടാണ് ഉറങ്ങിയത്, കൊണ്ടുപോയി കിടത്തി. അപ്പോൾ നാത്തൂനും അടുക്കളയിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം 3ാമത് അടുക്കള കൈമാറിയത് എനിക്കാണ് കേട്ടോ. ഞാനപ്പോൾ രാത്രിയിലത്തെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഇവരിങ്ങനെ നിന്ന് ഓരോ കഥകൾ പറയാം. അപ്പോൾ എന്നെ കാണുമ്പോൾ
എന്താ പറയുക, എൻ്റെ അടുത്തും ഞങ്ങൾ മൂന്നാളൊന്നിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് കേട്ടോ. തമാശയും കളിയും ചിരിയും ഒക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഇൻഡസിൻ്റെ പാത്രം തന്നെയാണ്, കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡസിൻ്റെ പാത്രങ്ങളാണ്. നിങ്ങൾക്കറിയാം, കുറേ നാളുകളായിട്ട് നമ്മൾ ഇൻഡസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം. ദോശ തവയായാലും എല്ലാതും ഇൻഡസിൻ്റെയാണ്. ഈ പാൻ ഉണ്ടെങ്കിലും ഞാനത് കറികൾ വെക്കാൻ യൂസ് ചെയ്യണം. ഇതിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാനത് എടുക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല, ഇഷ്ടംപോലെ പാനുണ്ട്. അപ്പോൾ ഇത് ഡിവൈൻ്റെ മിൻറ്റ് ലൈമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും കൂന്തളുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് 2 പാക്കറ്റ് ചപ്പാത്തി ആയി കഴിഞ്ഞാൽ ഒരു 6 ബാക്കി വരും. 14 എണ്ണമാണ് നമുക്ക് വേണ്ടി വരിക. ആ 6 പിറ്റേ ദിവസം പൂരി ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ നാളെ ഉച്ചയ്ക്ക് 2 പേരും ചപ്പാത്തി കഴിച്ചോളാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പൂരി കട്ട് ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എനിക്കറിയില്ല, കുട്ടികളാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ഗ്യാപ്പിൽ പട്ടികളുടെ ഇറച്ചിയൊക്കെ വേവിച്ച് കൊണ്ടുവന്ന് കൂട്ടിലാക്കി അവരെ 3 കയറ്റി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ചാറിയിട്ടോ, മഴ ഉച്ചയ്ക്ക് കിടക്കണ സമയത്ത്, ഉച്ചയ്ക്കല്ല ഒരു 5 മണിയൊക്കെ ആയപ്പോൾ മഴ പതുക്കെ ചാറിയിട്ടുണ്ട്. കാരണം ഞാൻ എണീറ്റ് വന്നപ്പോൾ വെള്ളം കണ്ടു മുറ്റത്ത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ചെറിയ സമാധാനം പട്ടിക്കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കണോ അറിയില്ല. പക്ഷേ വീട്ടിൽ നല്ല ചൂട് തന്നെയായിരുന്നു, വലിയ ചൂട് മാറിയതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. പക്ഷേ ചെറിയ ഇളം കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് തുണികളൊന്നുമില്ല അഴക്കേമ, കാരണം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ തൊട്ട് വീണ്ടും തുടങ്ങി. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മതി ഞങ്ങൾക്ക്, 2 ദിവസം ഡിവൈന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ അകത്ത് കയറി. പിന്നെ എന്താ, പ്രത്യേകിച്ച് എനിക്കിപ്പോൾ അടുക്കളയിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് വീഡിയോസിലൊന്നും കാണാത്തത്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിവൈൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഉച്ചക്കലത്തുള്ളത് എന്തായാലും തലേദിവസം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. രാത്രിയിലേക്കുള്ളത് ഡിംപിളും ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പണികൾ ഭയങ്കര കുറവ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുന്നതും വളരെ കുറവ്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എടുത്ത ഫോണിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് എന്തോ ഭയങ്കര ചെറുതായിട്ടാണ് കാണണേ. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ തന്നെ പോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ചിരിയും ബഹളവും പാട്ടും കൂത്തുമായിട്ട് ഒരു ദിവസം അങ്ങോട്ട് നല്ല ഭംഗിയിൽ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പാട്ടും കൂത്തും മാത്രമല്ല പ്രാർത്ഥനയും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങാറായി. അപ്പോൾ ഇവർ വീണ്ടും ഓരോ സംസാരങ്ങളാണ്, ഓരോ വിശേഷങ്ങളും ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇവിടേക്ക് ഇരുന്നിട്ടാണ് പറയുക. അപ്പോൾ ഇവിടേക്ക് ആകുമ്പോൾ എന്താ പറയുക, റൂമിലാകുമ്പോൾ നമ്മൾ AC ഇട്ടുണ്ടാവും. അപ്പോൾ വന്ന് ഒരുമിച്ച് ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അത്രയും ഗുണം. അപ്പോൾ പാച്ചു ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 1 അമ്മ, ഇത് 2 അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അംഗമാണ് കേട്ടോ. അവന് 2 അമ്മയാണെന്ന് പറച്ചിൽ. അപ്പോൾ അങ്ങനെ അതെന്നും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ ആർക്കും ഒന്നും പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ വരുത്തിക്കാനോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്നും ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ആയിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.